അദ്ദേഹം ഒരു കഥ വന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് വേറൊരു ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വേറൊരു സിനിമയുടെ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഓർമ്മ വന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ ചെയ്തിട്ടുള്ളൊരു കഥാപാത്രത്തിന്റെ വേറൊരു വേർഷനാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതല്ലാത്ത എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പട എന്നുള്ള സിനിമ. അപ്പം അതിന്റെ കഥ വന്ന് പറയുന്നത്, അതിന്റെ കഥ നമുക്കറിയാം, ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. പാലക്കാട് കളക്ടറെ ഹോസ്റ്റേജ് ആക്കി വെക്കുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു, ഓക്കെ ആസ്ഥാന കളക്ടറാണല്ലോ ഞാൻ, ഈ കളക്ടർ വേഷമായിരിക്കും എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർ പറയുന്നത് അല്ല, അയ്യങ്കാളിപ്പടയിലെ അംഗമാണ്. ഞാൻ ഓക്കെ ഇതാണ്. അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെയാണ് എക്സൈറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ. ഇപ്പം നായാട്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും പരിപാടികളൊക്കെ ആയിരുന്നു. പോലീസ് വേഷമാണെങ്കിൽ പോലും ഞാൻ അള്ളരാമേന്ദ്രൻ്റെ ഒരു പോലീസ് വേഷം ചെയ്തു. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറും തീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു നായാട്ടിലേത്. അഞ്ചാം പാതിര എന്ന് പറയുമ്പോൾ അതിലും ശരിക്കും വേണമെങ്കിൽ ഒരു ഡോക്ടർ എന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ആസ്ഥാന ഡോക്ടറാണ്, വൈറസ് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ വേറെ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും ജോണറും പരിപാടികളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്, അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിൽ ഇടപെടൽ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതുണ്ടെങ്കിൽ ഇത് വേണ്ട എന്ന് പറയുന്ന ഇടപെടൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവരുടെ ജോലിയാണ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരുത്തിയത്. ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഈ നാട്ടിലെ ഓട്ടം, ഈ പടയിലെ ചില നടത്തങ്ങൾ, ഇതൊക്കെ നടത്തങ്ങളൊക്കെ ശരിക്കും ഈ വിനായകനെ പോലുള്ളവരൊക്കെ കൂടെയുണ്ട്. ആ ഒരു ടീമിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നടക്കണം. അപ്പം വിനായകനൊക്കെ ഓൾറെഡി തന്നെ ആൾക്കാർ പോർട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെയാണെന്ന് ആൾക്കാർ പറയും. അയ്യങ്കാളിപ്പടയുടെ ഒരു പോരാളി വരുമ്പോൾ തന്നെ മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ വരാം. അപ്പോൾ അവിടെ അത് നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കുക, ആ നടത്തങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യണം. പിന്നെ ചിലതൊക്കെ എനിക്ക് തോന്നുന്നു മുണ്ടെടുത്ത് എനിക്കാണെങ്കിൽ നടന്നു നോക്കാൻ തോന്നും, ഞാൻ നടന്നാൽ ശരിയാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ. നമ്മൾ കുറേ ഫാക്ടേഴ്സ് ഇതിന് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങളുണ്ടാവും. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതിൽ നിന്ന് മാറി കഥാപാത്രങ്ങളുടെ ആവിഷ്കരണത്തിലാണെങ്കിലും, ഇപ്പം സംഭാഷണ ശൈലിയിലാണെങ്കിലും അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റിന് വേണ്ടി ഭയങ്കരമായിട്ട് ഒരു കഥാപാത്രത്തിൽ നിന്നും മാറി നിൽക്കുന്ന സംഭവമല്ല. കഥാപാത്രത്തിനോട് ചേർന്ന് നിന്ന് എത്രത്തോളം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് എന്തായാലും മനസ്സിലുണ്ടാവും. പ്ലസ് നമ്മളിടുന്ന കോസ്റ്റ്യൂം, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, ആ സീനിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ഇതെല്ലാം ആ മൊമെൻറ്റിൽ നമ്മളെ വേറൊരു സോണിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ആ ഒരു സോണിൽ എന്നെ കൊണ്ടുവരുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റിനേക്കാൾ ഉപരി ഇങ്ങനത്തെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറിയിപ്പ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നിരൂപകർ ശ്രദ്ധിക്കുന്ന ഒരു സിനിമയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ മോൾഡിങ് എന്ന് പറയുന്നത്. അപ്പം ഇനി വരുന്ന പ്രൊജക്റ്റുകളും ഒക്കെ ഇത്തരത്തിലായിരിക്കുമോ? നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വലിയ പടങ്ങളൊക്കെ ഉദയയുടെ പ്രൊഡക്ഷനകത്തുനിന്ന് പ്രതീക്ഷിക്കാവും? ഉറപ്പായിട്ടും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന KGF പോലെയൊക്കെയുള്ള വലിയ പടങ്ങൾ അതിനേക്കാളും വലുത് ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. അതിനേക്കാളും കുറച്ചുകൂടെ വലുത് ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. കാരണം മീൻസ് ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിനേക്കാളും നല്ല രീതിയിൽ കൊടുക്കാനായിട്ടുള്ളൊരു ആഗ്രഹം.